ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ്. അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കം. ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു. കാളികാവ് സർവീസ് സഹകരണ ബാങ്കിന് കീഴിൽ 12 വർഷമായി പ്രവർത്തിച്ചു വരുന്ന നവീകരിച്ച കർഷക സേവന കേന്ദ്രം നാടിന് സമർപ്പിച്ചു. എ.പി. അനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. കാർഷിക ഉപകരണങ്ങളുടെ കേന്ദ്രം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ. തങ്കമ്മവും ഉദ്ഘാടനം ചെയ്തു. കർഷക സേവന കേന്ദ്രത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ശ്രീ എ.പി. അനിൽകുമാർ MLA നിർവഹിച്ചിരിക്കുന്നു. ഇവിടെ പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ സൂചിപ്പിച്ചു. കഴിഞ്ഞ ഏതാണ്ട് 12 വർഷമായി കാളികാവ് സർവീസ് സഹകരണ ബാങ്കിന് കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കർഷക സേവന കേന്ദ്രം വളരെ വിപുലമായ സൗകര്യത്തോടു കൂടി ഇവിടെ ഇങ്ങോട്ട് മാറ്റി സ്ഥാപിക്കുക. ഇത് കേവലം ഒരു പറച്ചുനടൽ മാത്രമല്ല, അതിനപ്പുറത്ത് കൂടുതൽ സൗകര്യങ്ങൾ ഇവിടെ വരുന്ന കർഷകർക്കും അനുബന്ധമായ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി വരുന്നവർക്ക് ഒരുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ഇതോടനുബന്ധിച്ച് ഇവിടെ സൂചിപ്പിച്ചു, കർഷകർക്ക് ആവശ്യമായ ആധുനിക സാങ്കേതിക വിദ്യകളൊക്കെയാണ് ഇന്ന് കാർഷിക മേഖലയിൽ ഇന്ന് മെഷീനറി ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. അത്തരത്തിലുള്ള സങ്കേതങ്ങളൊക്കെ തന്നെ അതിനാവശ്യമായ ഉപകരണങ്ങൾ ഇവിടെ മറ്റ് മേഖലകളിൽ നിന്ന് വ്യത്യസ്തമായ സഹകരണ സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് കുറേ മിതമായ നിരക്കിൽ നൽകാൻ കഴിയുന്നു എന്നുള്ളതാണ് സർവീസ് സഹകരണ ബാങ്കുകളുടെ കീഴിൽ വരുന്ന എല്ലാവിധ സ്ഥാപനങ്ങളുടെയും ഏറ്റവും മികച്ച നേട്ടം. നമുക്കറിയാം, ഇന്ന് സഹകരണ ബാങ്കുകൾക്ക് കീഴിൽ ഇന്ന് ഇത്തരത്തിലുള്ള കർഷക സേവന കേന്ദ്രങ്ങളുള്ള ബാങ്കുകളുണ്ട്. അതുപോലെ തന്നെ വലിയ രീതിയിൽ ആശുപത്രികൾ നടത്തുന്ന ആശുപത്രി നടത്തുന്ന സർവീസ് ബാങ്കുകളുണ്ട്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അങ്ങനെ വിവിധ മേഖലകളിൽ ഇന്ന് ബാങ്കുകളുടെ ഇടപെടലുകൾ ഇന്നുണ്ട്. ഒരു ധനകാര്യ സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് അത് മാത്രമല്ല, ആ ധനകാര്യ സ്ഥാപനത്തിലൂടെ സമൂഹത്തിലെ വിവിധ തലങ്ങളിലുള്ളവർക്ക് പരമാവധി സഹായങ്ങൾ നൽകുക എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ സഹകരണ ബാങ്കുകളുടെ ലക്ഷ്യം. ഇവിടെ കർഷകരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കാളികാവായാലും തൊട്ടടുത്ത പ്രദേശങ്ങളിലൊക്കെ തന്നെ കർഷകർ വളരെയധികമുള്ള ഒരു മേഖലയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കാർഷിക വൃത്തിക്ക് ആവശ്യമായ വളമായാലും മറ്റ് തൈകളായാലും അതല്ലെങ്കിൽ മറ്റ് മെഷീനോ മറ്റു കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തന്നെ അതൊക്കെ അവർക്ക് നല്ല രീതിയിൽ ലഭ്യമാക്കാനുള്ള ശ്രമമാണ് കഴിഞ്ഞ 12 വർഷമായി ഒരു കാർഷിക ബാങ്ക് എന്നുള്ള രീതിയിൽ ഇന്ന് നമ്മുടെ കാളികാവ് സർവീസ് ബാങ്ക് നടത്തിക്കൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇന്ന് കാളികാവിനെ സംബന്ധിച്ചിടത്തോളം വളരെ സൗകര്യപ്രദമായ രീതിയിലാണ് ഇന്ന് ഈ സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനി ഇങ്ങോട്ട് വരാൻ നേരത്തെ പ്രവർത്തിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് മാറ്റി വിപുലമായ സൗകര്യങ്ങളോടുകൂടി കാളികാവ് വണ്ടൂർ റോഡിൽ പുറ്റമണ്ണയിലാണ് പുതിയ കർഷക സേവന കേന്ദ്രം തുറന്നത്. കർഷകർക്ക് വേണ്ട ട്രാക്ടർ, ട്രില്ലർ, മെതിയന്ത്രം, കട്ടർ തുടങ്ങി മുഴുവൻ ഉപകരണങ്ങളും സെന്ററിൽ ഒരുക്കിയിട്ടുണ്ട്. വിത്തുകളും ജൈവവളം, രാസവളം, മറ്റ് കാർഷിക ഉപകരണങ്ങൾ, ഫലവൃക്ഷ തൈകൾ, അലങ്കാര സസ്യങ്ങൾ, പൂച്ചെടികൾ ഉൾപ്പെടെ കാളികാവ് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള 7 പഞ്ചായത്തുകളിലെ കർഷകർക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും സേവനങ്ങളും ഇവിടെ നിന്ന് ലഭിക്കും. നബാർഡിന്റെ സാമ്പത്തിക സഹായത്തോടെയാണ് സേവന കേന്ദ്രം സ്ഥാപിച്ചിട്ടുള്ളത്. ഉദ്ഘാടന ചടങ്ങിൽ ബാങ്ക് സെക്രട്ടറി NB ശ്രീലത റിപ്പോർട്ട് അവതരിപ്പിച്ചു. കാളികാവ്, ചോക്കാട് പഞ്ചായത്തുകളിലെ മികച്ച കർഷകരെ ചടങ്ങിൽ ആദരിച്ചു. ബാങ്ക് പ്രസിഡന്റ് KP ഹൈദരലി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ബാങ്ക് വൈസ് പ്രസിഡന്റ് AP അബു, കാളികാവ് പഞ്ചായത്ത് പ്രസിഡന്റ് P ഷിജിമോൾ, ചോക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് EP സിറാജുദ്ദീൻ, ബ്ലോക്ക് മെമ്പർ AK മുഹമ്മദ് അലി, ജോജി K അലക്സ്, K രാമചന്ദ്രൻ, I മുജീബ് റഹ്മാൻ, രമാരാജൻ, AP അബ്ദുട്ടി ഹാജി, MA ഹമീദ്, കാളികാവ് കൃഷി ഓഫീസർ VM സമീർ, MK ഉമ്മർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തവർക്ക് സൗജന്യമായി പച്ചക്കറി തൈകൾ വിതരണം ചെയ്യുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാളികാവ്. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.